ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഞാനങ്ങനെ അവളെ വിളിച്ചതിൽ ഖേദിക്കുന്നു, ഞാനങ്ങനെ ചെയ്തതിൽ ഖേദിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. ഖേദിക്കുക എന്ന് വെച്ചാൽ സങ്കടപ്പെടുക, ദുഃഖിക്കുക, അതേപോലെ പശ്ചാത്തപിക്കുക എന്നൊക്കെയാണ് കേട്ടോ. ഖേദം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, സങ്കടം, ദുഃഖം, പശ്ചാത്താപം, വ്യസനം, ഇങ്ങനെയൊക്കെ മീനിങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തതിൽ ഖേദിക്കുന്നു, ഞാനങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഞാനിങ്ങനെ വിളിച്ചതിൽ സങ്കടപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡെയിലി പറയാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായിട്ട് കണക്ഷൻ വരുന്ന 1-2 ടൈപ്പ് സെൻറ്റൻസും കൂടെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കാണണം, എന്തായാലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സോ ഫസ്റ്റ് സെൻറ്റൻസ്, ഞാനത് ചെയ്തതിൽ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് ചെയ്തതിൽ സങ്കടപ്പെടുന്നു, പശ്ചാത്തപിക്കുന്നു. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഞാൻ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ ഐ എന്നാണ് യൂസ് ചെയ്യുക എന്നുള്ളതില്ലേ. അതുപോലെ ഖേദം, സങ്കടം, ദുഃഖം എന്നുള്ളതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് റിഗ്രറ്റ് എന്നുള്ള വേർഡ് കേട്ടോ. റിഗ്രറ്റ്, ഖേദിക്കുക, പശ്ചാത്തപിക്കുക, ദുഃഖിക്കുക, സങ്കടപ്പെടുക, വ്യസനിക്കുക, ഇങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത് കേട്ടോ. റിഗ്രറ്റ്. ഓക്കെ, അപ്പോൾ ഐ റിഗ്രറ്റ്, ഞാൻ സങ്കടപ്പെടുന്നു, ഞാൻ ഖേദിക്കുന്നു, ഞാൻ പശ്ചാത്തപിക്കുന്നു. എന്തിന്? ഡൂയിങ് ഇറ്റ്, ഇത് ചെയ്തതിൽ. ഡൂയിങ് എന്ന് വെച്ചാൽ ചെയ്യുക കേട്ടോ, ഡൂ ചെയ്യുക. ഡൂയിങ് ഇറ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ടു ഡൂയിങ്ങോ ഫോർ ഡൂയിങ്ങോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്, നമ്മൾ വെർബിനെ ING ഫോമിൽ എടുത്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്, ഞാനത് ചെയ്തതിൽ ഖേദിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഐ റിഗ്രറ്റ് ഡൂയിങ് ഇറ്റ്, ഞാനത് ചെയ്തതിൽ ഖേദിക്കുന്നു. അതുപോലെ തന്നെ ഞാനങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് സേയിങ് ദാറ്റ്, ഞാനത് പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് സേയിങ് ദാറ്റ്, അല്ലെങ്കിൽ ഐ റിഗ്രറ്റ് സേയിങ് സോ, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് സേയിങ് സോ. ഓക്കെ, ഐ റിഗ്രറ്റ് സേയിങ് സോ. സേ പറയുക, അതിനെ നമ്മൾ ING ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഇതുപോലെ നമ്മൾ പറയുമ്പോൾ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, ഞാൻ അവളെ വിളിച്ചതിൽ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചതിൽ പശ്ചാത്തപിക്കുന്നു. എങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് കോളിങ് ഹർ. ഐ റിഗ്രറ്റ് കോളിങ് ഹർ, ഞാൻ അവളെ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഐ റിഗ്രറ്റ് കോളിങ് ഹർ സോ. ഐ റിഗ്രറ്റ് കോളിങ് ഹർ സോ, ഞാൻ അവളെ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നു. ഓക്കെ, ഐ റിഗ്രറ്റ് കമ്മിങ് ഹിയർ, ഞാനിവിടെ വന്നതിൽ ഖേദിക്കുന്നു. ഞാനിവിടെ വന്നതിൽ ഖേദിക്കുന്നു. എങ്ങനെ പറയാം? ഐ റിഗ്രറ്റ് കമ്മിങ് ഹിയർ. ഐ റിഗ്രറ്റ് കമ്മിങ് ഹിയർ. ഐ റിഗ്രറ്റ് കമ്മിങ് ഹിയർ വിത്ത് യു എന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ കൂടെ ഇവിടെ വന്നതിൽ ഖേദിക്കുന്നു. ഐ റിഗ്രറ്റ് കമ്മിങ് ഹിയർ വിത്ത് യു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യവും ചെയ്തിട്ട് നമ്മൾ അതിൽ ഖേദം പ്രകടിപ്പിക്കും. നമ്മൾ ഖേദിക്കുന്നു, പശ്ചാത്തപിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് പറയാം കേട്ടോ. ഐ റിഗ്രറ്റ് പ്ലസ് വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ അങ്ങനെ ചെയ്തതിൽ എനിക്ക് ഖേദമില്ല, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തതിൽ സങ്കടമില്ല, ഇങ്ങനെ നമുക്കിതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഒന്നുമില്ല, ഐ റിഗ്രറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ഐ ഡോണ്ട് റിഗ്രറ്റ് എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഐ ഡോണ്ട് റിഗ്രറ്റ്, ഞാൻ ഖേദിക്കുന്നില്ല, ഞാൻ സങ്കടപ്പെടുന്നില്ല എന്നാട്ടോ. ഐ ഡോണ്ട് റിഗ്രറ്റ് സേയിങ് സോ, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നില്ല, എനിക്കൊരു സങ്കടമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു സങ്കടമില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് സേയിങ് സോ. ഓക്കെ, ഐ ഡോണ്ട് റിഗ്രറ്റ് കമ്മിങ് ഹിയർ, ഞാനിവിടെ വന്നതിൽ എനിക്കൊരു സങ്കടമില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് കമ്മിങ് ഹിയർ. ഐ ഡോണ്ട് റിഗ്രറ്റ് ഗോയിങ് ദർ, ഞാനവിടെ പോയതിൽ എനിക്കൊരു സങ്കടവും ഇല്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് കോളിങ് ഹർ സോ, ഞാൻ അവളെ അങ്ങനെ വിളിച്ചതിൽ എനിക്കൊരു ഖേദവുമില്ല. ഐ ഡോണ്ട് റിഗ്രറ്റ് കോളിങ് ഹർ സോ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നീ അങ്ങനെ ചെയ്തതിൽ സങ്കടമുണ്ടോ, നീ അങ്ങനെ വിളിച്ചതിൽ സങ്കടമുണ്ടോ, നീ അവിടെ പോയതിൽ സങ്കടമുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ അതിങ്ങനെ നമുക്ക് ചോദിക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഡു വെച്ചിട്ട് ചോദിച്ചാൽ അല്ലേ, ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഡു യു വെച്ചിട്ടാണ് ചോദിക്കുന്നതിലെ, ഡു യു പ്ലസ് റിഗ്രറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചോദിക്കാം? ഡു യു റിഗ്രറ്റ് സെയിങ് സോ, നീ അങ്ങനെ വിളിച്ചതിൽ ഖേദിക്കുന്നുണ്ടോ, സങ്കടപ്പെടുന്നുണ്ടോ? ഡു യു റിഗ്രറ്റ് ഡൂയിങ് സോ, നീ അങ്ങനെ ചെയ്തതിൽ നിനക്ക് സങ്കടമുണ്ടോ, നീ ഖേദിക്കുന്നുണ്ടോ? ഡു യു റിഗ്രറ്റ് കോളിങ് ഹർ, അവളെ വിളിച്ചതിൽ നിനക്ക് സങ്കടമുണ്ടോ? ഡു യു റിഗ്രറ്റ് കോളിങ് ഹർ, നീ അവളെ വിളിച്ചതിൽ നിനക്ക് ഖേദമുണ്ടോ? ഡു യു റിഗ്രറ്റ് കമ്മിങ് ഹിയർ, നീ ഇവിടെ വന്നതിൽ നിനക്ക് സങ്കടമുണ്ടോ?
ഡു യു റിഗ്രറ്റ് ഡ്രിങ്കിങ് ഇറ്റ്? നീ ഇത് കുടിച്ചതിൽ നിനക്ക് സങ്കടമുണ്ടോ, ഖേദമുണ്ടോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ടൈപ്പ് സെൻറ്റൻസും കൂടെ പറയാം. നമ്മൾ പറയില്ലേ, ഞാനങ്ങനെ പറഞ്ഞത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ വിളിച്ചത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഞാനവിടെ പോയത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, വിശ്വാസം എന്നുള്ളതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ബിലീവ് എന്നാണ് അല്ലേ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സെൻറ്റൻസ് പറയാം. ഞാൻ പറഞ്ഞത് ശരിയെന്നാണ് തന്നെയാണ് എൻ്റെ വിശ്വാസം, ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെ നമുക്ക് പറയാം? ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ വിശ്വാസം എന്നുള്ളതിന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ബിലീവ് എന്നാണ് അല്ലേ. അപ്പോൾ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത്. വാട്ട് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത്. വാട്ട്, എന്ത്. ഐ സെഡ്, പറഞ്ഞത് അല്ലേ, ഞാൻ എന്താണോ പറഞ്ഞത് അത്. ഓക്കെ, വാസ് ഫെയർ, വാസ് ഫെയർ. ഫെയർ എന്ന് വെച്ചാൽ നല്ലത് എന്നാണ് കേട്ടോ, ഗുഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഐ ബിലീവ് വാട്ട് ഐ സെഡ് വാസ് ഫെയർ, ഞാൻ എന്താണോ പറഞ്ഞത് അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഐ ബിലീവ് വാട്ട് ഐ സെഡ് വാസ് ഫെയർ. ഓക്കെ, വാട്ട് ഐ സെഡ് വാസ് ഫെയർ. ഇവിടെ വാട്ട് ഐ സെഡിന് മാത്രമേ ഇനി മാറ്റങ്ങൾ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ എന്താണോ പറഞ്ഞത് അത് ശരിയെന്നാണ് എൻ്റെ വിശ്വാസം എന്നാണല്ലോ. ഇനി ഞാൻ എന്താണോ ചെയ്തത് അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നുള്ളതിൽ നമ്മൾ ഈ വാട്ട് ഐ സെഡ് മാറ്റിയിട്ട് അവിടെ വാട്ട് ഐ ഡിഡ് എന്നാക്കി കൊടുത്താൽ ഞാൻ എന്താണോ ചെയ്തത് എന്നായില്ലേ. വാട്ട് ഐ ഡിഡ്, ഞാൻ എന്താണോ ചെയ്തത്. വാട്ട് ഐ കോൾഡ്, ഞാൻ എന്താണോ വിളിച്ചത്. വാട്ട് ഐ കോൾഡ്. ഓക്കെ, അവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. വെർബിനെ എന്താണോ നമ്മുടെ പ്രവൃത്തി അത് മാത്രം മാറ്റി കൊടുത്താൽ മതി കേട്ടോ. വാട്ട് ഐ കോൾഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ വെർബിനെ പാസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. വെർബിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാണ് എടുക്കേണ്ടത്, മാത്രം ഓർത്ത് വെച്ചാൽ മതി. വാട്ട് ഐ റോട്ട്, ഞാൻ എന്താണോ എഴുതിയത്. വാട്ട് ഐ റോട്ട്. വാട്ട് ഐ സാങ്, ഞാൻ എന്താണോ പാടിയത്. ഓക്കെ, ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. ഐ ബിലീവ് വാട്ട് ഐ ഡിഡ് വാസ് ഫെയർ, ഞാൻ എന്താണോ ചെയ്തത് അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐ ബിലീവ് വാട്ട് ഐ സെഡ്, ഈ വാട്ട് ഐ സെഡ് അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. വാട്ട് ഐ ഡിഡ്. ഓക്കെ, വാട്ട് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത്. വാട്ട് ഐ ഡിഡ്, ഞാൻ എന്താണോ ചെയ്തത് എന്നാണ് കേട്ടോ. ഇത് ഐ ബിലീവ് വാട്ട് ഐ കോൾഡ് ഹർ വാസ് ഫെയർ. ഐ ബിലീവ് വാട്ട് ഐ കോൾഡ് ഹർ, ഞാൻ എന്താണോ അവളെ വിളിച്ചത് അത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐ ബിലീവ് വാട്ട് ഐ കോൾഡ് ഹർ വാസ് ഫെയർ. വാസ് ഫെയർ എന്ന് വെച്ചാൽ വാസ് ഗുഡ് എന്നാട്ടോ. ഓക്കെ, ഐ ബിലീവ് വാട്ട് ഐ റോട്ട് വാസ് ഫെയർ, ഞാൻ എഴുതിയത് എന്താണ് അത് ശരിയെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ബിലീവ് വാട്ട് ഐ റോട്ട് വാസ് ഫെയർ. ഐ ബിലീവ് വാട്ട് ഐ റെഡ് വാസ് ഫെയർ, ഞാൻ വായിച്ചത് എന്താണോ അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മൾ പഠിച്ച ഈ രണ്ട് ടൈപ്പ് സെൻറ്റൻസുകൾ, പോസിറ്റീവ് നെഗറ്റീവ് അടക്കമുള്ള ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒന്ന് രണ്ട് സെൻറ്റൻസുകളൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടൊന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സിറ്റുവേഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങളിതുപോലെ പറയുകയും ചെയ്യണം കേട്ടോ. ഒന്നും പിന്നെ നിങ്ങൾ ഒരിക്കലും മറന്നു പോവില്ല. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.